അതേ ഗെത്സമന തോട്ടത്തിൽ പെസഹ ദിവസം ആ ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. ആ പെസഹ ദിവസം യേശുക്രിസ്തു തോട്ടത്തിൽ പിതാവായ ദൈവത്തോട് തന്റെ 11 ശിഷ്യന്മാരുമായിട്ട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരുവനോ അവനെ ഒറ്റുകൊടുപ്പാനായിട്ട് 30 വെള്ളിക്കാശിന് മേടിച്ചുകൊണ്ട് പുരോഹിതന്മാരുടെ അടുക്കലേക്ക് ആ അന്ത്യ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയവൻ യൂദ. ബാക്കി 11 പേരും കൂടെ ചേർന്നുകൊണ്ട് ആ യേശുക്രിസ്തു അവന്റെ വിയർപ്പുകൾ എന്താണ്, രക്തത്തുള്ളികൾ എന്നവണ്ണം ആകുവാൻ തക്കവണ്ണം അതിഹൃദയ കഠിന വേദനയോട് പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. പിതാവെ, കഴിയുമെങ്കിലും ഈ പാനപാത്രം എങ്കിൽ നീക്കിക്കളയണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ട യഥാർത്ഥമായിരിക്കുന്ന ആരാധന എന്ന് പറഞ്ഞാൽ ദൈവം നമുക്കത് ശരീരത്തെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി സമർപ്പിക്കുന്നതാണ്. ആ പുത്രന് ദൈവം കൊടുത്ത ശരീരം പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി സമർപ്പിച്ചപ്പോൾ ആ പിതാവിന് പ്രസാദമായി. കാരണം എന്താണ്, ലോകസ്ഥാപനം മുതൽ ഇവൻ അറക്കപ്പെടേണ്ട കുഞ്ഞാടാകുന്നു. പ്രിയപ്പെട്ടവരെ, അബ്രഹാം ഉൾപ്പെടെ ആദം ഉൾപ്പെടെ അവർക്ക് യാഗം കഴിക്കുമ്പോഴേ, നോഹ ഉൾപ്പെടെ അവരെന്താണ് യാഗം കഴിക്കുമ്പോഴേ അവിടെല്ലാം വെളിപ്പെട്ടു വന്നത് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണമാണ്. അതേ പ്രിയപ്പെട്ടവരെ, പഴയ നിയമകാലങ്ങളിൽ ഓരോ കാളകളെയും ഓരോ ആട്ടുകൊറ്റന്മാരെയും ആ യഹൂദന്മാര് അറുത്ത് തൊലിയുരിച്ച് യാഗപീഠത്തിൽ വെക്കുമ്പോഴേ സ്വർഗം വേദനിക്കുകയാണ്. കാരണം എന്താണ്, എന്റെ പുത്രന്റെ യാഗത്തെ കാണിച്ചു തരുന്നതാണിത്. പ്രിയപ്പെട്ടവരെ, ആ ആദമിന്റെ കാലം മുതൽ യേശുക്രിസ്തുവിന്റെ കാലം വരെ ഓരോ മൃഗങ്ങളെ അറക്കുമ്പോഴേ, അല്ലെങ്കിൽ എന്താണ് ശലോമോൻ 1,20,000 ആടുകളെ അറുത്ത് 20,000 കാളകളെ അറക്കുമ്പോഴേ സ്വർഗം വേദനിക്കുകയാണ്. എന്റെ പുത്രൻ നാളെ അറക്കപ്പെടാൻ പോകുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട്. ഓ പ്രിയപ്പെട്ടവരെ, ഇതെന്തോ ഒരു സ്നേഹമാണ്. നമ്മളെ പോലെ അനാഥന്മാരെ പാപികളെ തേടി സ്വർഗം വിട്ട് ഇറങ്ങി വന്ന ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ സ്നേഹം അതെത്രമാത്രം അവർണ്ണനീയമാകുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.